അപ്പോൾ അത് നമ്മളത് മുനമ്പം ബീച്ച് എത്താറായി. അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണിക്കുന്നത്. ഇതാണ് മുനമ്പം ബീച്ചിന്റെ പ്രവേശന കവാടം. വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ ബ്ലോഗ്സ്. അപ്പോൾ നമ്മളിതാ മുനമ്പം ബീച്ചിലെത്തിയിരിക്കുകയാണ്. മുനമ്പം ബീച്ചിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം മുനമ്പം ബീച്ചിന്റെ പ്രവേശന കവാടത്തിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. അപ്പൊ അതേ ഒരുപാട് ചീനവലകൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുനമ്പം ഹാർബർ. അതേ നല്ല സുഖം, നല്ല കാറ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റും, കാറ്റൊക്കെ ആസ്വദിച്ച്. കാണാനും നല്ല ഭംഗിയായിട്ടാ. വിഷ്വൽസൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് നടക്കാം. രാവിലെയൊക്കെ ജോഗിങ്ങിനൊക്കെ വന്നവർക്ക് ഇവിടെയൊക്കെ ഒന്ന് ജോഗ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനുള്ളിൽ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നു പോകുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും അതുപോലെ കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇരിക്കാം. പിന്നെ ഇവിടെ ഒരു നെപ്റ്റ്യൂൺസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതെ, അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് കടകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കപ്പയും പൂട്ടിയും കിട്ടുന്ന ചെറിയൊരു ചെറുകടികളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഐസ്ക്രീം പാർലർ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിക്കേണ്ടവർക്ക് പിന്നെ ലേസ് പോപ്കോണൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ ചെറിയ ചായ കടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുഷിച്ചിലും തോന്നില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഇതുപോലെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിൽ നിന്നും മത്സ്യങ്ങളുമായി മുനമ്പം ഹാർബറിലേക്ക് പോകുന്ന ബോട്ടുകളെയാണ്. അപ്പം അതേ ഓരോരോ ബോട്ടുകളായിട്ട് മുനമ്പം ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അപ്പം ഇപ്പം ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഓരോ ബോട്ടിന് ചുറ്റും ഇങ്ങനെ നിറച്ച് പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൂടാതെ തന്നെ ഒരുപാട് ജനങ്ങൾ ചൂണ്ടയൊക്കെയായിട്ട് വന്ന് ഇപ്പം മത്സ്യങ്ങൾ പിടിക്കുന്നുണ്ട്. ഇപ്പം സമയം ഏകദേശം 6 മണിയോടടുത്തായി. എന്നിട്ടും അവിടെ ജനത്തിരക്ക് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത്രയും ശാന്തമായി നല്ല സുഖകരമായി നമുക്ക് അവിടെ ഇരിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ പറ്റും. അതുപോലെ മത്സ്യങ്ങൾ പിടിക്കാനും സാധിക്കും. അപ്പം എല്ലാം കൊണ്ടും നല്ല പറ്റിയൊരു ബീച്ച് തന്നെയാണ്. അപ്പം എല്ലാവരും വരിക. നോക്കി തന്നെ അമ്മ കടലി സൂക്ഷിച്ചിറങ്ങണേ.
അപ്പൊ അതേ ബീച്ചിന്റെ സൈഡിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ അപ്പൊ ഇവിടെ ഒരു അടിപൊളി സംഭവം കേട്ടോ, നെപ്റ്റ്യൂൺസിന്റെ. അപ്പൊ അവരുടെ തന്നെ സ്പീഡ് ബോട്ട് റൈഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അതിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ വിഷ്വല് കാണാൻ സാധിക്കും. എല്ലാം അടിപൊളി, എന്ത് കുറെ പേര് അത് കേറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരാം, വന്നത് ഇതേപോലെയുള്ള റൈഡുകളിലൊക്കെ കയറാം. നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോ തൽക്കാലം കയറുന്നില്ല, പിന്നെ അതിനു വേണ്ടി വേറൊരു ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും. ഇത് അടുത്ത ഫാമിലി കയറാൻ പോകേണ്ടതില് അഡ്വഞ്ചർ. ഇതില് എല്ലാ റേറ്റും ഉണ്ട്. ഇപ്പൊ പേഴ്സന്റെ റേറ്റ് ആണ്. നമുക്കിപ്പോ നോക്കിയാൽ ബനാന റൈഡിന് മിനിമം 5 രൂപ വേണം, ബോട്ടിങ്ങിനും മിനിമം 5 രൂപ വേണം. ഇത് വന്നിട്ട് 1 അവർ ബോട്ടിംഗ് ആകുമ്പോൾ 7000 റുപ്പീസ് വരും, ഹാഫ് ആൻ അവർ ബോട്ടിംഗ് ആകുമ്പോൾ 4000 വരും. അല്ല 2 കിലോമീറ്റർ വെച്ച് 2 റൗണ്ട് മതിയെന്ന് വെച്ചാൽ പെർ പേഴ്സൺ 200 ആയിരിക്കും. പിന്നെ കോഡ് ബൈക്ക് ഉണ്ട്. കോഡ് ബൈക്കിന് 10 മിനിറ്റിന് 450 മണലിൽ ഓടിക്കുന്നതാണ് കോഡ് ബൈക്ക്. ഇത് വന്നിട്ട് പെർ പേഴ്സൺ 750 ആണ് കട്ടമരം റൈഡ്. 20 മിനിറ്റ് സമയം ഉണ്ടാവും. ഇതിൽ മിനിമം 4 പേര് വേണം, മാക്സിമം 6 പേര് വേണം. ഇത് വന്നിട്ട് ലേലോ റൈഡ് ആണ്. പെർ പേഴ്സൺ 375 ആണ്. ഇത് നമ്മൾ ഒരു ഗ്രീൻ കളറില് ലേലോ റൈഡ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ കിടന്നിട്ട് അതില് 2 റൗണ്ട്സ് വെച്ചാണ്. പെർ പേഴ്സൺ 375 വരും. ഇത് വന്നിട്ട് ബമ്പർ റൈഡ് ആണ്. ഇത് നമ്മ സോബയിൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ എന്നിട്ട് ബോട്ടിന്റെ ബാക്കിൽ കെട്ടിവെച്ച് കൊണ്ടുവന്നു 2 റൗണ്ടിന്. പിന്നെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് നിങ്ങൾക്ക് അറിയാണെന്ന് വെച്ചാൽ സിംഗിൾ ആകുമ്പോൾ ഹാഫ് ആൻ അവറിന് 300 ആവും, ഡബിൾ ആകുമ്പോൾ 450 വരും. ഇത് നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് വെച്ചാൽ ഹാഫ് ആൻ അവറിന് 1100 ആവും വിത്ത് ട്രെയിനിങ് ഉൾപ്പെടെ. പിന്നെ സീ സ്വിമ്മിങ് ട്രെയിനിങ് ഉണ്ട്, ജലശയനം ഉണ്ട്.
നീ ബോർഡ് വന്നിട്ട് ഇപ്പോൾ നമുക്ക് വാട്ടർ സ്കീ ചെയ്യാണെങ്കിൽ ആദ്യം നീ ബോർഡ് ട്രെയിനിങ് ചെയ്തിട്ട് വാട്ടർ സ്കീ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് 20 മിനിറ്റ്സിന് 2500 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് വിത്ത് ട്രെയിനിങ് ഉൾപ്പെടെ. പിന്നെ വാട്ടർ സ്കീ ട്രെയിനിങ് ഉണ്ട്. ഇപ്പോഴേക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തായാലും നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിൻ്റെ ഫൺ റൈഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അവിടേക്ക് എത്താനുള്ള ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ബീച്ചിൽ വരാൻ താല്പര്യമുള്ളവരും അതുപോലെ ഈ ഫൺ റൈഡ്സിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വരിക, വന്ന് മാക്സിമം അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യുക, ഈ വെക്കേഷൻ അടിപൊളിയാക്കുക. പറ്റേ കൂടി പോണു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടല്ലോ. അപ്പോൾ ഈ ബീച്ചിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതേ ക്രിക്കറ്റ് കളിക്കേണ്ടവർക്ക് അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കാനായിട്ട് പിള്ളേർക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി, നടക്കാനുണ്ട്, അതുപോലെ ഇരിക്കാൻ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു കുഞ്ഞി പാർക്കും അതുപോലെ തന്നെ ഒരു ബീച്ചും കൂടിയതാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുക. അങ്ങനെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.